ഹലോ ഹലോ. അബി എത്തിയോ? എടി സോറി. എന്താ വരില്ലേ? എടി ഒരു 10 മിനിറ്റിൽ വരും. ആ എടാ ഒരു 10 മിനിറ്റ് തീരോ? ഏയ് കൂടി പോലെ 1/2 മണിക്കൂറെങ്കിലും എടുക്കും. എടി ഒരു 15 മിനിറ്റിൽ ഞങ്ങൾ എത്തും. ആടി എല്ലാരും ഇല്ലേ? ആ എല്ലാവരും ഉണ്ട്. ആ ശരി, പെട്ടെന്ന് വാ. ആ ഓക്കെ ശരി. ഓക്കെ. ഹാപ്പി ബർത്ത്ഡേ മാഡം. എവിടെയാണ് എത്രനാള്? ഒക്കെ പറയാം, ഞാൻ അങ്ങോട്ട് കയറിക്കോട്ടെ. വാ. അല്ല അവന്മാരൊക്കെ അവിടെ വരും, വണ്ടി ബ്രേക്ക് ഡൗൺ ആയി. ഓ വമ്പൻ ഡെക്കറേഷൻ ഒക്കെ ആണല്ലോ. എടാ ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം. അല്ല കമ്മൽ മാറ്റിയോ? അതെന്താ പൊട്ടു മാറ്റി നീ കണ്ടില്ല? അതായിരുന്നു അടുത്ത ചോദ്യം. എന്റെ വീട് എന്റെ ബർത്ത്ഡേ, ഞാൻ മാറ്റും. ഓ അങ്ങനെയാണോ? നീ തല തോർത്ത്. ഞാൻ ജ്യൂസ് എടുക്കാം. വൈൻ ഓർ ഹോട്ട്? ഒന്നും വേണ്ട. ഇപ്പൊ അടിയില്ല? ഇല്ല, ക്വിറ്റ് ചെയ്തു. അതെന്ത് പറ്റി? ഒന്നുമില്ല, ഒരു ആയസിനുള്ള കൂടി ഞാൻ കുടിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പൊ സ്വസ്ഥം, പീസ്, ഹാപ്പി വിത്ത് യു, സോ നോ ഡ്രിങ്ക്സ്. അഡിക്ഷൻ ആയിരുന്നോ? അഡിക്ഷൻ ആയിരുന്നു, മദ്യത്തിനോടല്ല, റിലേഷൻഷിപ്സ്. ലവോ? ഏയ് ലവ് അല്ല, ഞാൻ എല്ലാത്തരം റിലേഷൻഷിപ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. പിന്നെ പെട്ടെന്നൊക്കെ പോകുമ്പോൾ എനിക്കൊന്നും അറിയത്തില്ല. പിന്നെ ലാസ്റ്റോ അത് ഇതായിരുന്നു. എന്താടാ, എന്ത് പറ്റി? ഏയ് ഒന്നുമില്ല. പറ മനുഷ്യ. നിനക്കെന്നെ ഇഷ്ടമായിരുന്നോ? അതെന്താ അങ്ങനെ ചോദിച്ചേ? ഏയ് ഒന്നുമില്ല, അവിടെ. അതെ, ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്. ഞാൻ എന്ത് ചോദിച്ചാലും അത് നടത്തരണം. പറ, എന്താ അങ്ങനെ ചോദിച്ചേ? എടീ അത് പിന്നെ ഫോർ എക്സാമ്പിൾ എനിക്ക് നിന്നെ ഇപ്പം ഇഷ്ടമാണെന്ന് ഇരിക്കാം. അല്ല എക്സാമ്പിൾ അല്ല, എനിക്കെന്നെ ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് നിൻ്റെ അടുത്ത് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ എന്താ വിചാരിക്കുക, അത് ഞാൻ പറയാതെ തന്നെ നീ എന്തെങ്കിലും അറിയുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മളൊരാൾ എത്രയൊക്കെ ഇഷ്ടപ്പെട്ടാലും അയാൾക്ക് സെയിം ഫീലിങ്സ് നമ്മുടെ അടുത്ത് ഉണ്ടാകുന്നില്ല. കോളേജിൽ പഠിക്കുമ്പോൾ നീ എന്നോട് ഇത് പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ. അയ്യോ കറണ്ട് പോയല്ലോ. ഞാൻ പോയി ക്യാൻഡിൽ എടുത്തിട്ട് വരാം.
കോളേജ് കഴിഞ്ഞ പിന്നെ ഒരു കോണ്ടാക്റ്റും ഇല്ലായിരുന്നേ? ഏയ് സത്യം പറഞ്ഞാൽ പേടിയായിരുന്നു കളിയാക്കുമെന്ന്. നീ കളിയാക്കോ ഹമാരി കളിയാക്കോ? നിന്നെ ജഡ്ജിയില്ലെങ്കിൽ ഒരു കാര്യം പറയട്ടെ. ഉം. സത്യം പറഞ്ഞാൽ നിങ്ങളെല്ലാവരും എന്നെ വിട്ടിട്ട് പോയപ്പോൾ ഞാൻ ശരിക്കും ഒറ്റപ്പെട്ടു. നിങ്ങളൊക്കെ വിളിച്ച് തിരിച്ചു പോകാന്ന് പറഞ്ഞ കരയാൻ വരെ എനിക്ക് തോന്നി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഡ്രിങ്ക്സ് ആയ ലൈഫ്. ഇപ്പോഴും നിനക്ക് ഇഷ്ടമാണ്? നീ ഇപ്പം എന്തെങ്കിലും റിലേഷൻഷിപ്പിലാണോ? അല്ല. എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? നോട്ട് യെറ്റ്. എന്തെങ്കിലും നോക്കുന്നേ? നിന്റെ മീശ നിറച്ചു. ഇവിടെ വെട്ടോ വിളിച്ചൊന്നും ഇല്ലടേ. കറണ്ട് പോയായിരുന്നു. ഇവിടെ ഇൻവേർട്ടർ ഒന്നും ഇല്ലേ? അയ്യോ അധികം മറന്നു. എന്താ പരിപാടി? ലൈറ്റ് വേണമെങ്കിൽ കൊണ്ടോ. ലൈറ്റ് അവളെ എടുത്തോളൂ. നീ വാ 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 വാ. തിരുവട്ടത്തിൽ എന്താ പരിപാടി? നിന്റെ ടയർ ഇത്രയോടെ നോട്ടിച്ചു കഴിഞ്ഞു? ഇല്ലടാ, ഞാൻ ജസ്റ്റ് ഇപ്പം എത്തിയുള്ളൂ. പിന്നെ പിന്നെ എന്തൊക്കെയാണ് നിന്റെ കാര്യങ്ങൾ? അങ്ങനെ അങ്ങനെ പോന്ന്. നിനക്ക് അവളെ ഇഷ്ടമായിരുന്നല്ലേ? കോളേജ് പഠിക്കുന്ന ടൈമിൽ അവൾക്കും നിന്നെ ഇഷ്ടമായിരുന്നു. നിനക്കറിയോ? എനിക്കെല്ലാം അറിയായിരുന്നു. കോളേജ് പഠിക്കുന്ന ടൈമിൽ എനിക്കവളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇടയ്ക്ക് നിന്നെ കാണുമ്പോൾ ചെറിയ അസൂയൊക്കെ തോന്നാറുണ്ട്. ഞാൻ ആ ടൈമിൽ അവളുടെ കാര്യത്തിൽ ചെറിയൊരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ സോറിടാ. നിനക്ക് എന്നോട് ദേഷ്യമൊന്നും വേണ്ടാട്ടാ. സോറി. കറണ്ട് വന്നല്ലോ. എന്താണ്? പെട്ടെന്ന് പരിപാടി തുടങ്ങി. എല്ലാരും വാ, കേക്ക് മുറിക്കാം. ഹാപ്പി ബർത്ത്ഡേ. അല്ല മ്യൂസിക് ഇട്. ഒരു ഫോട്ടോ എടുത്താലോ? പോണ്ടേ? വാ തെറിച്ചു കൊടുക്ക. അതൊക്കെ പൊക്കി എടുക്കാതെ. എടാ ഞാനിന്നിവിടെ സ്റ്റേ ചെയ്യാം. അതായിരിക്കും നല്ലത്. നീ വരുന്നില്ലേ? ഞാനിപ്പോ ഇറങ്ങും. അപ്പം ശരി. ഓക്കേടാ, കാണാം. അപ്പൊ ഓക്കെ. ഓക്കേടാ. ഇനി എന്താ?
നീ പോകുന്നില്ലേ? അല്ല ഇവളൊന്ന് ഹെൽപ്പ് ചെയ്തിട്ട്. ആ മതി മതി, നീ പൊക്കോ. ഞങ്ങൾക്ക് ഇന്നേ ഞങ്ങളുടെ ഹോസ്റ്റൽ റൂം റീക്രിയേറ്റ് ചെയ്യാനുള്ളതാ. എന്നാ ഓക്കെ, ബൈ. എടി, ഉം. എനിക്കിതേ വെള്ളം അടിച്ചോണ്ട് തോന്നണതാണോന്നറിയില്ല. എന്ത്? നിങ്ങൾ തമ്മിലേ നല്ല മാച്ചാ. നിങ്ങൾക്ക് കല്യാണം കഴിച്ചൂടെ? എന്റെ പൊന്നഭിരാമി, നിനക്ക് ഒരു വർഷം മുമ്പേ പറഞ്ഞുകൂടായിരുന്നു. ഇവിടെ എങ്ങോട്ട് പോണേ? അതെ, പോവാണോ? പിന്നെ അവളെന്നെ അവിടെ നിന്ന് ഗെറ്റ് ഔട്ട് അടിച്ചു. വീട്ടിൽ നിന്നല്ലേ? ലൈഫിൽ നിന്നല്ലല്ലോ. എന്താ? എന്റെ ബർത്ത്ഡേ അല്ലേ, ഗിഫ്റ്റ് ഒന്നും തരുന്നില്ലേന്ന്. എന്താണോ വേണ്ടത്?